നമസ്കാരം. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നതൊരു മിനി ഇൻവെർട്ടറാണ്. 12 വോൾട്ട് ഡി സിന്ന് 230 വോൾട്ട് എ സിയിലേക്ക് മാറ്റുന്ന ഒരു മിനി ഇൻവെർട്ടർ. ഇതാണ് മിനി ഇൻവെർട്ടർ. ഈ മിനി ഇൻവെർട്ടർ ഉപയോഗിക്കുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിച്ചതാണ്. അപ്പോൾ ഇത് സോളാർ പാനലിൽ നിന്ന് എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു SMPS ആണ്. അപ്പോൾ ഞാനിതിന് പകരം സോളാർ പാനലിന് പകരം ഒരു 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് ഇതിനെ മാറ്റാനുള്ള പരിപാടിയിലേക്ക് ഇപ്പോൾ കിടക്കുകയാണ്. അതിനു മുമ്പ് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 12 വോൾട്ട് സോളാർ SMPS എന്നാണ് ഇതിൻ്റെ പേര്. 200 വാട്ട് വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും ആ ഒരു ടെസ്റ്റ് നമുക്ക് നടത്തിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഇതിനൊരു ഇൻപുട്ട് 2 ടെർമിനലുണ്ട്. അതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ ഇത് AC-യുടെ ഇതാണ്. അതിൻ്റെ സ്വിച്ച് ഉണ്ട്. 2 USB പോർട്ട് ഉണ്ട്. 5.2 വോൾട്ടിൻ്റെ 2 USB പോർട്ട്. അപ്പോൾ USB പോർട്ട് ഇതൊരു സ്വിച്ചാണ്. അതിൻ്റെ ഇൻഡിക്കേറ്റർ ന്യൂട്രൽ ഔട്ട്പുട്ട്, ലൈൻ ഔട്ട്പുട്ട് എന്നുള്ള 2 ടെർമിനലുണ്ട്. ഒരു ഇൻഡിക്കേറ്ററുണ്ട്. ഇതിൽ എയർ ഹോൾ, വിൻഡോ ഹോളുണ്ട്. അപ്പോൾ 2 ലീഡാണ് കൊടുത്തിരിക്കുന്നത്. 2 പ്ലഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് AC പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലീഡും പിന്നെ ഇതിന് സൈഡിലായിട്ട് നല്ല എയർ ഹോളുണ്ട്. ഹീറ്റിംഗ് ഉള്ള കൂൾ എയർ ഹോളുണ്ട്, ഓട്ടോമാറ്റിക് കൂട്ടായിട്ട്. അപ്പോൾ ഞാനിനി ഇത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് പരിശോധിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ബാറ്ററി കണക്ഷൻ്റെ രീതിയിലേക്ക് പോവുകയാണ്. ഒരു മൾട്ടിമീറ്റർ ഉണ്ട്, 2 ലോഡ് വെച്ചിട്ടുണ്ട്, പിന്നെ ഡിവൈസ് വെച്ചിട്ടുണ്ട്, ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഞാൻ ആദ്യം ഇതിനെ ബാറ്ററി ഒന്ന് മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി ഒന്ന് മെഷർ ചെയ്തപ്പോൾ 12.20 വോൾട്ടേജ് ഇപ്പോൾ ബാറ്ററി കാണിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ കാണുന്നുണ്ട് എനിക്കറിയില്ല. അത് 12 വോൾട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ എടുത്തിട്ട് ഇതിൻ്റെ ബ്ലാക്ക് നെഗറ്റീവിനും റെഡ് പോസിറ്റീവായിട്ട്, ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് കൺഫേം ആക്കി, ഓഫ് ആണോ കൺഫേം ആക്കിയതിന് ശേഷമാണ് ഈ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ലിങ്ക് ബാറ്ററി ആയിട്ട് ഇതാവുന്നതല്ല. അപ്പോൾ ബാറ്ററി ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ആക്കുകയാണ് തൽക്കാലം. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഞാൻ ഓൺ ചെയ്തതിന് മുമ്പ് ബാറ്ററി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഒരു ഡിവൈസ്, ഞാനൊരു ചാർജർ ലോഡിങ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു സംവിധാനം ഞാൻ ആക്കിയിട്ടുണ്ട്. ഒരു മൊബൈൽ ചാർജറിൻ്റെ കൂടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് വെച്ചിട്ട്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ ലൈറ്റ് അത് നോക്കി, ഇതാണ് മൊബൈൽ ചാർജർ, അതിന് ഇൻഡിക്കേറ്റർ ലൈറ്റ്. അപ്പോൾ അത് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ 5.2ൻ്റെ പോർട്ടിലേക്ക് ഞാൻ ഫിക്സ് ചെയ്തപ്പോൾ അത് തെളിഞ്ഞു. അപ്പോൾ 2 5.2 വോൾട്ടിൻ്റെ പോർട്ടുണ്ട്. അത് സ്വിച്ച് ഓഫ് ചെയ്തതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ 2 പോർട്ടും ചെക്ക് ചെയ്തു. അപ്പോൾ ഞാനിനി ഇത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇത് തന്നെ AC-യിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ബാക്കിലത്തെ 2 പ്ലഗ് ഉണ്ട്. ആ പ്ലഗിലേക്ക് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഞാൻ ഓൺ ചെയ്തപ്പോൾ സ്വിച്ച് നോക്കിയപ്പോൾ ആ റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈറ്റ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റ് ബ്രൈറ്റ് അതിൻ്റെ പവർ നോക്കുകയാണ്. അപ്പോൾ പവർ ഞാൻ ഓഫ് ചെയ്തു. ഇനി കൃത്യമായിട്ട് ഇതിലേക്ക് 2 ബൾബ്, AC 230യിൽ വർക്ക് ചെയ്യുന്ന 2 ലൈറ്റ് ലോഡ്. ഇത് ഒരു LED ഡ്രൈവറുള്ള ഒരു LED ലൈറ്റാണ്. അതെല്ലാം ഞാനൊരു പ്ലഗിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്, 2 പിൻ പ്ലഗിലേക്ക്. അപ്പോൾ ആ 2 പിൻ പ്ലഗിലേക്ക് ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ആണോ എന്ന് പരിശോധിച്ചിട്ടാണ് ഇത്
പ്ലഗ് ചെയ്യുന്നത് നോക്കണം. 230 വോൾട്ടാണ്, ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്തു. അപ്പോൾ എ സി വർക്ക് ചെയ്തു. എ സിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ട് ഡി സിയിൽ നിന്ന് എ സിയിലാണ് വർക്ക് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തു. ഒരു ലോഡ് കൂടി ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലോഡ് കൂടി ഒന്ന് കൊടുത്തു നോക്കാം. ലോഡ് കൊടുത്ത് നോക്കിയിട്ട് ലോഡ് കണക്ട് ചെയ്തു. അപ്പോൾ 2 ലോഡ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കണക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് പ്ലഗും ടെസ്റ്റ് ചെയ്യുക, നമ്മൾ ലോഡും കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതായത് 12 വോൾട്ട് ഡി സിയിൽ നിന്ന് 230 വോൾട്ട് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മിനി ഇൻവെർട്ടറിൻ്റെ വർക്കിംഗ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ്, ആ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇൻപുട്ടിലേക്ക് കൊടുത്തു. എന്നിട്ട് ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ 2 ലോഡ് കൊടുത്തു. 2 ലോഡും പെർഫെക്റ്റായിട്ട് എ സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ മിനി ഇൻവെർട്ടർ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് വളരെ ലൈറ്റ് വെയ്റ്റാണ്, കോമ്പാക്റ്റാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഷോക്ക് അടിക്കുമെന്നാണ്. 230 വോൾട്ടാണ്. ശരി.